ഉപതെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആരവമൊഴിയും മുൻപേ രാജ്യത്തെ 7 സംസ്ഥാനങ്ങളിലെ 13 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. പശ്ചിമബംഗാൾ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ബീഹാർ, തമിഴ്നാട്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ 4 എണ്ണം ഭരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. ബാക്കിയുള്ളവയിൽ BJP അല്ലെങ്കിൽ NDA സർക്കാരുകളാണ് ഉള്ളത്. 13 മണ്ഡലങ്ങളിൽ 4 എണ്ണം പശ്ചിമബംഗാളിലും 3 എണ്ണം ഹിമാചലിലുമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് ഭൂരിപക്ഷം കുറയുകയും പ്രതിപക്ഷം ശക്തിപ്പെടുകയും ചെയ്തതിനു ശേഷമുള്ള ആദ്യ ഉപതെരഞ്ഞെടുപ്പാണിത്. പശ്ചിമബംഗാളിലെ റായ്ഗഞ്ച്, രണഘട്ട് ദക്ഷിണ, ബാഗ്ദ, മണിക്തല എന്നിവിടങ്ങളിലേക്കാണ് മത്സരം. ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ, ഹാമിർപൂർ, നലഗഡ്, ഉത്തരാഖണ്ഡിലെ ബദ്രിനാഥ്, മംഗളൂരു, പഞ്ചാബിലെ ജലന്ധർ വെസ്റ്റ്, ബീഹാറിലെ രൂപൌലി, തമിഴ്നാട്ടിലെ വിക്രവണ്ടി, മധ്യപ്രദേശിലെ അമർവാര എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവിന്റെ ഭാര്യ കമലേഷ് താക്കൂർ ഉൾപ്പെടെയുള്ളവർ ഇന്ന് ജനവിധി തേടുന്നുണ്ട്. ഹിമാചൽ പ്രദേശിലെ സുഖു സർക്കാർ അട്ടിമറി ശ്രമങ്ങളെ അതിജീവിക്കുകയും ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നടന്ന 6 നിയമസഭാ സീറ്റുകളിൽ 4ലും ജയിക്കുകയും ചെയ്തിരുന്നു. രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി 6 കോൺഗ്രസ് MLAമാരും 3 സ്വതന്ത്രരും ക്രോസ് വോട്ട് ചെയ്തിരുന്നു. ഈ കോൺഗ്രസ് MLAമാരെ അയോഗ്യരാക്കുകയും ഉപതെരഞ്ഞെടുപ്പ് നടത്തുകയുമായിരുന്നു. അതിനിടെ സ്വതന്ത്രർ രാജിവെച്ച് BJPയിൽ ചേർന്നു. അവരുടെ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. പശ്ചിമബംഗാളിൽ BJPയും തൃണമൂലും തമ്മിലാണ് മത്സരം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ മാണിക്തല സീറ്റ് നേടിയപ്പോൾ BJP റായ്ഗഞ്ച്, രണഘട്ട് ദക്ഷിൺ, ബഗ്ദ എന്നിവിടങ്ങളിൽ വിജയിച്ചു. പിന്നീട് BJP MLAമാർ തൃണമൂലിലേക്ക് മാറി. തൃണമൂൽ MLA സദൻ പാണ്ഡെയുടെ മരണത്തെ തുടർന്നാണ് മണിക്തല ഉപതെരഞ്ഞെടുപ്പ് അനിവാര്യമായത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ BSP MLA സർവത് കരീം അൻസാരിയുടെ മരണത്തെ തുടർന്നാണ് ഉത്തരാഖണ്ഡിലെ മംഗളൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത്. മണ്ഡലം ത്രികോണ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. ഇതുവരെ കോൺഗ്രസോ BSPയോ കൈവശം വെച്ചിരുന്ന മുസ്ലിം ദളിത് ആധിപത്യമുള്ള സീറ്റിൽ BJP വിജയിച്ചിട്ടേയില്ല. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 5 സീറ്റുകളിലും BJP വിജയിച്ചിരുന്നു. പഞ്ചാബിൽ ജലന്ധർ വെസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രി ഭഗവത് മാന്നിന്റെ അഗ്നിപരീക്ഷണമായാണ് വിലയിരുത്തപ്പെടുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 13 സീറ്റുകളിൽ 3 എണ്ണം മാത്രമാണ് AAPക്ക് ലഭിച്ചത്. ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂലൈ 13 നടക്കും. ശീതൽ അംഗുറൽ AAP നിയമസഭാംഗത്വം രാജിവെച്ചതിനെ തുടർന്ന് സീറ്റ് ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. രൂപൌലി മണ്ഡലത്തിൽ RJDയും JDUവും തമ്മിലുള്ള പോരാട്ടമാണ് ബീഹാറിൽ നടക്കുന്നത്. ഭൂരിപക്ഷം വരുന്ന ഗംഗോത്ത സമുദായത്തിൽപ്പെട്ടവരെയാണ് ഇരു പാർട്ടികളും സ്ഥാനാർത്ഥികളാക്കിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ വിക്രവണ്ടിയിൽ AIADMK തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചിരിക്കുകയാണ്. NDA സഖ്യകക്ഷികളായ പട്ടാളി മക്കൾ പാർട്ടിയും നാം തമിഴർ പാർട്ടിയും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ ലക്ഷ്യമിടുന്നുണ്ടെങ്കിലും DMK അനായാസ വിജയം നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ്. കോൺഗ്രസ് മുതിർന്ന നേതാവ് കമൽനാഥിന്റെ പ്രധാന സീറ്റായ അമർവാര നിയമസഭാ മണ്ഡലത്തിൽ BJPയും കോൺഗ്രസും തമ്മിലുള്ള പോരാട്ടമാണ് മധ്യപ്രദേശിൽ നടക്കുന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.